എനിക്ക് 2014 മുതൽ 2024 വരെ ഇവിടെ NDA സർക്കാർ ഭരിക്കുകയാണ്. പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള 11 ലക്ഷത്തോളം പേരുടെ തൊഴിൽ നികത്തിയിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര പൊതുമേഖല സർക്കാരുകളുടെ ഇതിന് ഭാഗമായിട്ട്. അപ്പോൾ അതിലൂടെ സത്യത്തിൽ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വരുന്ന 1,10,000 വരുന്ന വേക്കൻസികൾ നികത്തപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, മുൻകാലഘട്ടങ്ങളിലാണെങ്കിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ SC/ST വിഭാഗത്തിലൂടെ പ്രത്യേകമായിട്ട് എടുക്കുമായിരുന്നു. നിങ്ങൾ ഈ 10 വർഷത്തിനിടയിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെന്റ് ഈ NDA സർക്കാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരം വിശദീകരിച്ച് നന്നായിരുന്നു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പത്രം വായിച്ചാൽ മതി. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിവിധ തൊഴിൽ മേളകളിൽ കൂടി 5 ലക്ഷം തൊഴിൽ നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുണ്ട്. നേരിട്ട് നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് 5 ലക്ഷം തൊഴിൽ. ഇതെല്ലാ പത്രങ്ങളിലും ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട് തൊഴിൽ മേളകളിൽ കൂടി. നിങ്ങൾ കളവ് പറഞ്ഞ പോരാ, നിങ്ങൾ 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തത് എവിടെ? ഏതെങ്കിലും മേഖല ചൂണ്ടിക്കാണിക്ക്, ഏതെങ്കിലും മേഖല. ചോദ്യം തർക്കങ്ങൾ ഒഴിവാക്കി നമുക്ക് സമാധാനപരമായിട്ട് ചർച്ച ചെയ്യാം. അസഹിഷ്ണുത വേണ്ട. എല്ലാവർക്കും പറയാം. കാലം മുതൽ വളരെ കൃത്യമായി സംവാദം നടത്തുന്ന ആളാണ് ചേട്ടൻ. ആൾക്കൊരു അവസരം പ്രത്യേകമായി കൊടുക്കാം. ഇനിയൊരു 100 ജന്മം കൂടിയും എനിക്ക് ആയസ് ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് CPM-ൽ നിൽക്കാനുള്ള ആയസ് ഉണ്ടാവില്ല. ഞാൻ BJP-ക്ക് പോകേണ്ടി വരും. പ്രാർത്ഥിക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഞാൻ നാളെ തന്നെ CPM മാറി കോൺഗ്രസ് BJP-ക്ക് പോകേണ്ടി വരും. ദൈവത്തോർത്ത് പ്രാർത്ഥിക്കരുത്. അപ്പൊ ഞാൻ തുടങ്ങാം. ചോദ്യം കോൺഗ്രസിനോടാണ്. നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനകത്ത് ഭൂരിപക്ഷം MP-മാരോട് ജയിച്ചു പോയിട്ട് അവിടെ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തിൻ്റെ ഏറ്റവും ഭാവി നിർണ്ണയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നടന്നു. അതിലൊന്ന് പൗരത്വ ഭേദഗതി ബില്ലാണ്. ആ ബില്ല് 2019 വരുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കി മിണ്ടാതിരുന്നു. ഞാൻ പറയട്ടെ, അസഹിഷ്ണുത പാടില്ല. പറയട്ടെ, ചോദ്യം കഴിയട്ടെ. അതേപോലെ തന്നെ ഇന്ത്യയിലെ 50 കോർപ്പറേറ്റുകൾക്ക്, അദാനി അംബാനി അടക്കമുള്ള ആളുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി കച്ചവടം ചെയ്യുന്ന സമയത്തും അവസാനം ഏറ്റവും നന്നായി നാമെല്ലാം അഭിമാനം കൊള്ളുന്ന ISROയെ പോലും സ്വകാര്യവൽക്കരിച്ച് അദാനി അംബാനിക്കും കൈമാറി സുന്ദരമോഹന സ്വപ്നം കാണുന്ന മോദിയുടെ മോഹനം അവിടെ പാസ്സാക്കുമ്പോഴും നിങ്ങൾ മിണ്ടിയില്ല. ഒറ്റ മിനിറ്റ്. ബിജെപിയോട് മാത്രമല്ല കോൺഗ്രസിനോട് കൂടി ചോദിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ, ദളിത് വിഭാഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ, ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ മണിപ്പൂരിൽ അവസാനത്തെ ഉദാഹരണം, പെൺകുട്ടികളെ സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് പോലും ഒരക്ഷരം പോലും മിണ്ടാതെ 90 ദിവസം നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ത്യക്കകത്ത് മൗനം പാലിച്ച നിങ്ങൾക്ക് എങ്ങനെ സ്ത്രീ സുരക്ഷിതത്വം നടപ്പിലാക്കാൻ കഴിയും? പാർലമെന്റിലെ തന്നെ രേഖകളെടുത്താൽ ശ്രീ TN പ്രതാപനും K മുരളീധരനും ഉൾപ്പെടെയുള്ള MP-മാരെ 5 തവണയാണ് ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിക്കാനുള്ള BJP നീക്കത്തിനെതിരാണ് ആദ്യത്തെ സസ്പെൻഷൻ. BJP MLA-യും നേതാക്കളും പ്രതികളായ ഉന്നാവോ പീഡന കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെ പ്രതിഷേധിച്ചാണ് രണ്ടാമത്തെ സസ്പെൻഷൻ. പൗരത്വ ഭേദഗതിക്കെതിരെ നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന അടിച്ചമർത്താൻ ഹിന്ദു ഭീകരത നടത്തിയ വടക്കുകിഴക്കൻ ഡൽഹി കലാപം ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചതിന് നാലാമത്തെ സസ്പെൻഷൻ. വിലക്കയറ്റത്തെ പ്രതിഷേധിച്ചാണ് 5ാം സസ്പെൻഷൻ. രാജ്യത്ത് നടക്കിയ പാർലമെന്റ് അങ്ങനെ ഉൾപ്പെടെ ഈ MP-മാർക്ക് സസ്പെൻഷൻ കിട്ടിയതൊക്കെ ചേട്ടൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംശയത്തിനുള്ള മറുപടി തന്നത്. മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യം നെടുങ്ങിയ വിഷയമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ അവിടെ ആണുങ്ങളുണ്ട് എന്ന് വെല്ലുവിളിച്ച തേക്കിൻകാടിലാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലാക്കണം, അവിടെ മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് ആരെഴുത്തിയാൻ? ആഭ്യന്തരമന്ത്രിയെ സാക്ഷിയാക്കിയാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി, ഇപ്പോഴത്തെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറഞ്ഞത്. അവിടെ മണിപ്പൂരിലേക്ക് പോയത് ആരാണ്? മണിപ്പൂരിലേക്ക് പോയത് രാഹുൽ ഗാന്ധിയാണ്. ബോംബിന്റെ നടുവിലൂടെ തോക്കിന്റെ നടുവിലൂടെ കടന്നുപോയത് രാഹുൽ ഗാന്ധിയാണ്. ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം സുഹൃത്തെ? ശരി കഴിഞ്ഞു. പ്രിയപ്പെട്ട അനിലിനോ അക്കരയോടാണ് എനിക്ക് ചോദ്യം. അനില് പറഞ്ഞു ആദ്യമായി മണിപ്പൂരിന്റെ മണ്ണിൽ ക്ഷേമം അന്വേഷിക്കാൻ പോയത് രാഹുൽ ഗാന്ധിയാണെന്ന്. ആദ്യമായി മണിപ്പൂരിന്റെ മണ്ണിൽ
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി മെമ്പറും മഹിളാ സംഘടനയുടെ നേതാവുമാണ്. വരട്ടെ, ഞങ്ങൾ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധി പോയി മിണ്ടാതിരുന്നുള്ളൂ. ബന്ധപ്പെട്ട സർവ്വ സ്ഥലങ്ങളിലും സന്ദേശം അറിയിച്ചത് ആനി രാജയാണ്, വൃന്ദാക്കാരായിട്ടാണ്. ഇന്ത്യയിൽ മുഴുവൻ അവർക്ക് അവിടുത്തെ പിഞ്ചോമന മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തതും അവരായിരുന്നു. ശരി, എന്താ സംശയം ഉണ്ടോ നിങ്ങൾക്ക്? 100% സംശയമുണ്ട്. അനീഷെ, 10 വർഷം മുമ്പ് ഭരണാധികാരത്തിൽ വരുമ്പോൾ മോഹന വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്നത്. എന്താണ് നിങ്ങൾ ചെയ്തത്? ഈ ഇന്ത്യ രാജ്യത്ത് മണിപ്പൂര് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം പിഞ്ചോമന മക്കളെ കെട്ടിയിട്ടിട്ട് നിങ്ങൾ പീഡിപ്പിച്ചില്ലേ? ഇന്ത്യയിലെ സ്ത്രീകളെ നിങ്ങൾ എത്ര ക്രൂരമായി നിങ്ങൾ ഭരിക്കുന്ന മണിപ്പൂരിൽ നഗ്നയായി നിങ്ങൾ സ്ത്രീകളെ മനസ്സിലായി. പിഞ്ചുകുട്ടികളെ കെട്ടിയിട്ട് തല്ലിക്കൊന്നതൊന്നും ഉത്തരേന്ത്യയിലല്ല, അത് വാളയാറിലാണ്. രണ്ട് ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിലാണ്, അല്ലാതെ ഉത്തരേന്ത്യയിലല്ല. ഇനി മധുവിനെ 1 കിലോ അരി മോഷ്ടിച്ചത് നിങ്ങൾ ചോദ്യം ചോദിച്ചില്ല. ഇരിക്കുക, ഞാൻ പറയട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചില്ല, ഇനി മറുപടി പറയട്ടെ. ക്ഷമ കാണിക്ക്. നിങ്ങൾ പാർട്ടി ഓഫീസിൽ കാണിക്കുന്ന മര്യാദ അല്ല ഇവിടെ കാണിക്കേണ്ടത്. പറയട്ടെ. മധുവിനെ ചോദ്യം ചോദിച്ചല്ലോ, ഇനി മറുപടി പറയട്ടെ. ചോദ്യം ചോദിച്ചല്ലോ. 1 കിലോ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ മധുവിനെ തല്ലിക്കൊന്നത് പിണറായി വിജയന്റെ കേരളത്തിലാ. പിണറായി വിജയന്റെ കേരളത്തിൽ വിശ്വനാഥൻ എന്ന് പറയുന്ന ആദിവാസിയെ തല്ലിക്കൊന്നത് കോഴിക്കോട് പിണറായി വിജയന്റെ കേരളത്തിൽ. അതൊന്നും ഇവിടെ ചെലവാവില്ല. ഇവിടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ 3 ദിവസം പട്ടിണിക്കിട്ട് തല്ലിക്കൊന്നു നിങ്ങളുടെ കുട്ടി സഖാക്കൾ. 3 ദിവസം പട്ടിണിക്കിട്ട് തല്ലിക്കൊന്നു പിണറായി വിജയന്റെ കേരളത്തിൽ സിദ്ധാർത്ഥനെ അറിയാമോ? യുപിയിലല്ല, കേരളത്തിൽ. ആ ചേച്ചി വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഒരു വനിത പറയുമ്പോൾ അത് ശരിവെക്കുന്ന ആളുകളാണ് കേരളത്തിലും രാജ്യത്തുമുള്ളത്. പക്ഷെ കല്ല് വെച്ച നുണ പറയുമ്പോൾ അങ്ങനെ ശരിവെക്കാൻ പറ്റുമോ? വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ ചേച്ചി പറഞ്ഞ ബഹുമാനത്തോടെയാണ്. കുറയ്ക്കണോ? അപ്പൊ അതിനകത്ത് മണിപ്പൂരിൽ ആരാണ് ആദ്യം പോയത്? അതാ പറയണേ. ഞാൻ പറയട്ടെ. മണിപ്പൂരിൽ ആദ്യം പോയത് ഡീൻ കുര്യാക്കോസ് MP-യും ഹൈബി ഈഡൻ MP-യുമാണ്. ഇവരാണ് ആദ്യം പോയത്, അല്ലാതെ നിങ്ങൾ വൃന്ദാക്കാരോട്ടോ മറ്റാളുകളല്ല. എന്തൊരു കഷ്ടായി. പിന്നെ ശരി, ഓക്കെ. പുറത്ത് പറഞ്ഞ ആരാന്നറിയില്ലേ? പുറത്ത് പറഞ്ഞ അവിടുത്തെ കോൺഗ്രസ് MLA-മാരാണ് പറഞ്ഞത്. അവിടുത്തെ കോൺഗ്രസ് MLA-മാരാണ് പറഞ്ഞത്. എന്താ കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ചർച്ച നടന്ന് തൃശ്ശൂരിൽ നിന്ന് ചർച്ച നടത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടന്നുപോയില്ല. കരുവന്നൂർ വിഷയത്തിൽ കൊള്ളക്കാർ ഇവിടെ മത്സരിക്കുകയാണ്. അവരെ പിടിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ മത്സരിക്കുകയാണ്. 43 ലക്ഷം രൂപ മരവിപ്പിക്കുകയും എഡ്യൂക്കേറ്റ് അതോറിറ്റി കണ്ടുകെട്ടുകയും ചെയ്ത AC മൊയ്തീനെ പോലും പ്രതിയാക്കാതെ പോകുന്ന രാഷ്ട്രീയം ഇവിടെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം അതാണ്. ശരി, കരുവന്നൂർ വിഷയല്ലേ? തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് നടപ്പ കരുവന്നൂർ വിഷയല്ലേ?